empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില പ്രോഗ്രാമിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ദലീലയെ കുറിച്ചായിരുന്നു. നമ്മൾ കണ്ടു, കർത്താവിനാൽ പ്രത്യേകമായ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ട സാംസന്റെ ജീവിതത്തിൽ എപ്രകാരമാണ് ദലീല തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ദലീലയുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരികയായിരുന്നു. സാത്താൻ എങ്ങനെയാണ് തന്ത്രപൂർവം നമ്മൾ ഓരോരുത്തരുടെയും അടുക്കൽ വന്ന് നമ്മെ വഞ്ചിക്കുന്നതെന്ന് ദലീലയിലൂടെ, ആ വശീകരണ ശക്തിയിലൂടെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എത്രയേറെ തിരിച്ചടികൾ ഉണ്ടായിട്ടും പരാജയപ്പെട്ടിട്ടും തന്റെ ദൗത്യം നിറവേറ്റുന്നതിൽ നിന്ന് പിന്മാറാത്ത ദലീലയെ വീണ്ടും വീണ്ടും ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ യാതൊരു മടുപ്പും കൂടാതെ നിശ്ചയദാർഢ്യത്തോടെ അതിൽ മുന്നേറുന്ന ദലീലയെ നമ്മൾ കാണുകയുണ്ടായി. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനോട് ചേർന്ന് കർത്താവിൽ ഐക്യപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥത, സമാധാനം, ആനന്ദം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് കാണാനിടയായി. സങ്കീർത്തകനായ ദാവീദ് 85-ാം സങ്കീർത്തനം അതിൽ 8-ാം തിരുവാക്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദാവീദ് നമുക്കൊരു ഉപദേശവും നൽകുന്നുണ്ട്. നമുക്ക് ആ തിരുവചനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. സങ്കീർത്തനങ്ങൾ 85-ാം അധ്യായം 8-ാം തിരുവാക്യം. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. ദാവീദ് ഉറപ്പോടെ, നിശ്ചയദാർഢ്യത്തോടെ പറയുകയാണ്, കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അദ്ദേഹം തുടരുകയാണ്, അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് തന്നെ. തന്നിലേക്ക് തിരിയുന്ന, തന്നോടൊപ്പമായിരിക്കുന്ന, തന്റെ ഹിതത്തിലായിരിക്കുന്നവർക്ക് കർത്താവ് സമാധാനം നൽകുമെന്ന് ദാവീദ് രാജാവ് പറയുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിത അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവിലായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, തിരിച്ചടികൾ ഉണ്ടാകാം. എന്നാൽ കർത്താവിൽ ഉറപ്പോടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നിന്നാൽ അവർക്ക് സമാധാനമുണ്ടാകും എന്ന് ദാവീദ് രാജാവ് പറയുകയാണ്. നമ്മുടെ കർത്താവിനോട് കൂടെ ഒന്നായിരുന്നു കൊണ്ട് നമ്മുടെ വിശ്വാസ യാത്രയിൽ നമുക്ക് മുന്നേറാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവിന്റെ ഹൃദയത്തിലുള്ളത് സ്വീകരിക്കുവാൻ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാനുള്ള കൃപ ലഭിക്കുവാൻ തീവ്രമായ ആഗ്രഹത്തോടെ കർത്താവിന്റെ മുൻപിൽ നമുക്ക് ആയിരിക്കാം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. പറയുന്ന ഈശോയേ, അമ്പേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മധുര്യമേറും മൊഴികളാൽ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി, യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി, യേശുവിൻ്റെ കൂടെ മതി. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങയോട് കൂടെ യാത്ര ചെയ്യുവാൻ, അങ്ങിലായിരിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. അവസാന നിമിഷം വരെയും അങ്ങയോടൊപ്പമായിട്ടുള്ള ആ ഒരു ചൂട് കർത്താവേ, അത് മാത്രം ഞങ്ങൾക്ക് മതി. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ആ ഒരു ബോധ്യം, അത് മാത്രം ഞങ്ങൾക്ക് മതി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിര ഉയരും
നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ. യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. പറയുന്ന ഈശോ, മാറോട് ചേർന്നിരുന്നാൻ ഭയമില്ലേ. ഹല്ലേലൂയ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും. മധുരമേറും മൊഴികളാൽ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി. ഞങ്ങൾക്കത് മാത്രം മതി. യേശുവിന്റെ കൂടെ മതി. ഞങ്ങൾക്ക് അങ്ങ് മാത്രം മതി. ആ ചുടുമതി. യേശുവിന്റെ കൂടെ മതി. ആരാധന. ആ ചുടുമതി. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ മതി. ഈശോയെ, ഞങ്ങൾ ഏറ്റു പറയുന്നു കർത്താവേ, അന്ത്യം വരെ ഞങ്ങൾക്ക് അങ്ങയുടെ ചൂട്, അങ്ങയുടെ സാന്നിധ്യം അത് മാത്രം മതി ഈശോയെ. ഹല്ലേലൂയ. എപ്പോഴും അങ്ങയുടെ ഹിതത്തിലായിരിക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുവാൻ, അങ്ങയോട് ചേർന്നായിരിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ, ഈശോയുടെ ഹിതപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുള്ള ജ്ഞാനം ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, കർത്താവിന്റെ ഹിതത്തിൽ ജീവിതം മുഴുവൻ ക്രമീകരിച്ച ഞങ്ങളുടെ പ്രിയ പിതാവേ, ആ ഒരു കൃപ, ഒരു അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകുവാനായിട്ട്, ലഭിക്കുവാനായിട്ട് യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലും ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകത്തിലും നമ്മൾ കണ്ടുമുട്ടുന്ന ഹുൽദ പ്രവാചികയെ കുറിച്ചാണ്. വളരെ ചെറുതായിട്ട് മാത്രമേ ഹുൽദ പ്രവാചികയെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. കൂടുതലായിട്ട് പ്രവാചികയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ സമയത്തെ കുറിച്ച്, പ്രവാചിക ജീവിച്ചിരുന്ന ആ സമയത്തെ കുറിച്ച് ചെറുതായിട്ട് നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, സോളമൻ രാജാവിന്റെ മകൻ റഹോബോവാമിന്റെ കാലം മുതൽക്ക് ഇസ്രായേൽ ദേശം വിഭജിക്കപ്പെടുകയാണ്, യൂദാ ദേശമായും ഇസ്രായേൽ ദേശമായും. അങ്ങനെ ഇരു ദേശങ്ങളിലാണെങ്കിലും വരുന്ന രാജാക്കന്മാർ ഏറിയ പങ്കും കർത്താവിന്റെ നിയമത്തിൽ ഉറച്ചു നിൽക്കാത്തവരായിരുന്നു. കർത്താവിന് ഒത്തിരിയേറെ വിഷമമുണ്ടാക്കിയ കാലഘട്ടങ്ങളായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. എന്നാൽ കുറച്ചിങ്ങ് കഴിയുമ്പോൾ യൂദാ ദേശത്ത് ജോസിയ രാജാവിനെ കർത്താവ് ഉയർത്തുകയാണ്. ജോസിയ രാജാവിലൂടെ ഒത്തിരിയേറെ നവീകരണങ്ങൾ അവിടെ വരുത്തുവാൻ കർത്താവ് തീരുമാനിക്കുകയാണ്. ജോസിയ കർത്താവിന്റെ കയ്യിലെ ഒരു ഉപകരണമായി മാറുകയാണ്. അങ്ങനെ നവീകരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ജോസിയ രാജാവിന്റെ കൽപ്പന പ്രകാരം ആ ഒരു സമയത്ത് അവിടെ കർത്താവിന്റെ നിയമഗ്രന്ഥം കുറെ കാലമായിട്ട് നഷ്ടപ്പെട്ടിരുന്ന മോശ പ്രവാചകന്റെ കാലം മുതൽക്ക് ഉണ്ടായിരുന്ന നിയമഗ്രന്ഥം കണ്ടെടുക്കുകയാണ്. നമുക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ 8-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവിന്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാരിസ്ഥൻ ഷാഫാനോട് പറഞ്ഞു. അവൻ അത് വാങ്ങി വായിച്ചു. അങ്ങനെ തുടർന്ന് രാജാവിന്റെ അടുക്കലേക്ക് ഈ നിയമഗ്രന്ഥം കൊണ്ടുവരികയാണ്. കുറെ നാളുകൾ കാണാതിരുന്ന കർത്താവിന്റെ നിയമഗ്രന്ഥം കണ്ടെടുത്ത് കിട്ടി. അവിടെ രാജാവ് തുടർന്ന് അത് വായിക്കുകയാണ്.
11 തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. കർത്താവിന്റെ നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വലിയ വ്യസനത്തിലേക്ക്, സങ്കടത്തിലേക്ക് കടന്നു വരികയാ. അദ്ദേഹം വസ്ത്രം കീറുകയാണ്. കർത്താവിന്റെ നിയമത്തിൽ നിന്ന് എത്രമാത്രം തങ്ങൾ പിന്മാറിപ്പോയെന്ന്, പിന്തിരിഞ്ഞു നടന്നുവെന്ന് രാജാവിന് വ്യക്തമാവുകയാ. ഇത് മനസ്സിലാക്കിയ രാജാവ് ഉടനെ തന്നെ അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. 13 തിരുവാക്യം. എനിക്കും ജനത്തിനും യൂദാ മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കർത്താവിനോട് ആരായുവിൻ. നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിന്റെ ഉഗ്രകോപം നമുക്കെതിരെ ജ്വലിക്കുന്നു. കർത്താവിന്റെ ആ ഒരു ഉഗ്രകോപം, കർത്താവിന്റെ ആ ഒരു വിധി ഇവിടെ യൂദാദേശത്തിന്റെ മേൽ വന്നതിന്റെ കാരണം എന്താണെന്ന് രാജാവ് മനസ്സിലാക്കുകയാണ്. നിയമഗ്രന്ഥത്തിനെതിരെ അവർ ചെയ്തു പോയ കാര്യങ്ങളെല്ലാം രാജാവ് തിരിച്ചറിയുകയാണ്. എത്രമാത്രം കർത്താവിനെ തങ്ങൾ നോവിപ്പിച്ചു എന്ന് രാജാവ് മനസ്സിലാക്കുകയാ. ഉടനെ കർത്താവിന്റെ ഹിതം, ഇനി തങ്ങൾ എന്തു ചെയ്യണമെന്നുള്ള കർത്താവിന്റെ ഹിതം ആരായുവാനായിട്ട് പ്രധാന പുരോഹിതൻ, നമ്മൾ കേട്ടു ഹിൽക്കിയ ആയിരുന്നു, പുരോഹിതന്റെ നേതൃത്വത്തിൽ ഒരു ചെറു സംഘത്തെ രാജാവ് അയക്കുകയാ. ഇവിടെയാണ് നമ്മുടെ പ്രവാചകയെ കർത്താവ് രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. തൊട്ടടുത്ത വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിനാൽ പുരോഹിതൻ ഹിൽക്കിയ, അഹിക്കാം, അക്ബൂർ, ഷാഫാൻ, അസായ എന്നിവർ ഹർഹാസിന്റെ പൗത്രനും തിക്വായുടെ പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ശലൂമിന്റെ ഭാര്യ ഹുൽദ പ്രവാചികയുടെ അടുത്തു ചെന്ന് അവളോട് സംസാരിച്ചു. ഇവിടെ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായുടെ നേതൃത്വത്തിൽ രാജാവ് അയച്ച ഒരു ചെറു സംഘം, അവർ നേരെ പോയത് ഹുൽദ പ്രവാചികയുടെ അടുക്കലേക്കാണ്. അവൾ രാജാവിന്റെ വസ്ത്രം സൂക്ഷിപ്പുകാരനായ ശല്ലൂമിന്റെ ഭാര്യയാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തികഞ്ഞ ബോധ്യമായിരുന്നു ഈ ഒരു സമയത്ത് ഉപദേശം സ്വീകരിക്കുവാൻ, കർത്താവിന്റെ ഹിതം എന്താണെന്ന് ആരായുവാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തി അത് ഹുൽദ പ്രവാചകയാണെന്ന് ഈ പ്രധാന പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ പ്രശസ്തനായിരുന്ന ജെറമ്യ പ്രവാചകന്റെയും സെഫാനിയ പ്രവാചകന്റെയും ഒക്കെ അതേ കാലഘട്ടത്തിലാണ് ഹുൽദ പ്രവാചകയും ജീവിച്ചിരുന്നത്. എന്നാൽ കർത്താവ് അവരെ നയിക്കുന്നത് ഹുൽദ പ്രവാചകയുടെ അടുക്കലേക്കാ. നിയമഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ ഹിതം ആരായാൻ കർത്താവ് ആ ഒരു സമൂഹത്തെ നയിക്കുന്നത് ഹുൽദ പ്രവാചകയുടെ അടുക്കലേക്കാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹുൽദ പ്രവാചകയുടെ പ്രാധാന്യം ഇവിടെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. കർത്താവിന്റെ നിയമത്തിൽ, കർത്താവിന്റെ ഹിതം അറിയുന്നതിൽ അവർക്ക്, ആ പോയ ഒരു സംഘത്തിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു ഹുൽദ പ്രവാചക തികഞ്ഞവളാണെന്ന്. അതുകൊണ്ട് തന്നെ രാജാവ് അയച്ച ഉടനെ അവർ ഹുൽദായെ സമീപിക്കുകയാണ്. തുടർന്ന് എന്താ സംഭവിക്കുന്നത്? നമുക്ക് തിരുവചന ഭാഗത്തേക്ക് കടന്നു വരാം. അവിടെ 15 തിരുവാക്യം. അവൾ പറഞ്ഞു, ഹുൽദ പ്രവാചിക പറയുകയാണ്, അവര് സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഉത്തരം കൊടുക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാ രാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ സ്ഥലത്തിന്റെയും അതിലെ നിവാസികളുടെ മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രായേലിന്റെ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് നിങ്ങളെ എന്റെ അടുത്ത് അയച്ചവരോട് പറയുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹുൽദ പ്രവാചികയുടെ അടുക്കൽ ഈ സമൂഹം എത്തിക്കഴിഞ്ഞപ്പോൾ യാതൊരു മറയുമില്ലാതെ സത്യം തുറന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു പ്രവാചികയാണ് കർത്താവ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അന്ന് വരെയുള്ള സമയം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവിടെ ഇങ്ങനെ സത്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തെ സ്വീകരിക്കാത്ത ഒരു സമൂഹമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അവരെ ഒന്നും ഭയക്കാതെ വന്നവരോട് കർത്താവിന്റെ അരുളപ്പാട് യാതൊരു മറയും കൂടാതെ മുഖത്തു നോക്കി ആ ഒരു വിധി പ്രസ്താവിക്കുന്ന ഹുൽദ പ്രവാചികയാ കർത്താവ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ഹുൽദ പ്രവാചിക നമ്മൾ കണ്ടു, രാജാവിന്റെ അധീനതയിൽ വരുന്നവളാണ്. തന്റെ ഭർത്താവ് രാജാവിന്റെ വസ്ത്രം സൂക്ഷിപ്പുകാരനാണ്. എന്നിരുന്നാലും തന്റെ എന്തെല്ലാം അധികാരത്തിനെതിരെയാണ് താൻ പറയുന്നത്, എങ്കിലും കർത്താവിന്റെ അരുളപ്പാട് യാതൊരു മറയുമില്ലാതെ, യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ഹുൽദ പ്രവാചിക പറയുകയാണ്. തുടർന്ന് 17 തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവർ എന്നെ ഉപേക്ഷിച്ച്
അന്യദേവന്മാർക്ക് ധൂപാർച്ചന നടത്തി. തങ്ങളുടെ കരവേലകളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ എന്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും, അത് ശമിക്കുകയില്ല. കർത്താവിന്റെ ആ അരുളപ്പാട് കൃത്യതയോടെ ഹുൽദ പ്രവാചക പറയുകയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് വന്നുപോയ വീഴ്ചകൾ എന്താണെന്ന് എണ്ണി എണ്ണി അവിടെ പറയുന്നുണ്ട്. അതിനാൽ തന്നെ കർത്താവിന്റെ കോപം അവർക്കെതിരെ ജ്വലിക്കുകയാ. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കരം അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അനുസരണക്കേട് അവരെ അനുഗ്രഹത്തിൽ നിന്ന് തടയുകയാണ്. വലിയ ശാപത്തിന് തങ്ങൾ ഇരയായി തീരുമെന്ന് ഹുൽദ പ്രവാചക പറയുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹുൽദ പ്രവാചക രാജാവ് അയച്ച സംഘത്തോട് ഇതിങ്ങനെ പറയണമെങ്കിൽ പ്രവാചക ദൗത്യത്തിൽ അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തവളായിരുന്നു ഹുൽദ പ്രവാചക എന്ന് നമുക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും. കർത്താവിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ആലോചന സ്വീകരിക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ആ ഒരു സമൂഹത്തിന് ഹുൽദ പ്രവാചകയുടെ അടുക്കലേക്ക് വരാൻ സാധിച്ചുവെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ അവൾക്കുണ്ടായിരുന്ന ജ്ഞാനം, ആ ഒരു അവബോധം എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു കാലഘട്ടത്തിൽ അവൾ ഒരു സ്ത്രീയാണ്. എന്നാൽ കർത്താവിന്റെ പ്രവാചക ദൗത്യം വളരെ ധീരതയോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധമായി കൈകാര്യം ചെയ്തവളായിരുന്നു ഹുൽദ പ്രവാചക. അധികാരത്തെയോ തന്റെ സ്ഥാനത്തെയോ തന്റെ ജീവിത ഭാവിയെയോ ഒന്നും അവൾ കണക്കിലെടുക്കുന്നില്ല. കർത്താവിന്റെ സ്വരമായിട്ട് അവൾ മാറുകയാ. കർത്താവിന്റെ നിലപാടുകൾക്ക് വേണ്ടി അവൾ ധീരതയോടെ നിൽക്കുകയാ. ഇന്ന് നമ്മുടെ ജീവിതത്തിന് ഹുൽദ പ്രവാചക വലിയ ഒരു വെല്ലുവിളിയാണ്. നമ്മൾ സുഖമായി ആ ഒരു സേഫ് സോണിൽ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം നമുക്ക് നൽകുന്ന താക്കീതുകളെ, കർത്താവിന്റെ വചനം എടുക്കാൻ ആവശ്യപ്പെടുന്ന നിലപാടുകളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ സ്വയം ചിന്തിക്കണം പ്രിയമുള്ളവരെ. മറ്റെന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും അപകടങ്ങൾ ഉണ്ടായാലും കർത്താവ് പറഞ്ഞത് അതേപോലെ പറയാൻ, പ്രഖ്യാപിക്കാൻ ഹുൽദ പ്രവാചകയ്ക്ക് സാധിച്ചു. അതുപോലെ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? കർത്താവിന്റെ ഹിതം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും ആ ഹിതത്തിനോട് ചേർന്ന് നിൽക്കാൻ, കർത്താവിന്റെ ഹിതത്തിൽ എന്തു വില കൊടുത്തും നിൽക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇവിടെ ഹുൽദ പ്രവാചക അവിടെ കൊണ്ട് നിർത്തുകയല്ല, വീണ്ടും തുടരുകയാണ്. 18-ാം തിരുവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. എന്നാൽ കർത്താവിന്റെ ഹിതം ആരായാൻ നിങ്ങളെ അയച്ച യൂദാ രാജാവിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിന്റെ മുൻപിൽ സ്വയം വിനീതനാവുകയും ചെയ്തു. ഇവിടെ ഇസ്രായേൽ ദേശത്തിന്റെ മേല് കർത്താവിന്റെ വിധി വരുന്നതായിട്ട് വലിയ പ്രവാചക സ്വരത്തോടെ ഹുൽദ പ്രവാചക പറഞ്ഞു. എന്നാൽ അവിടെ കൊണ്ട് നിർത്തുകയല്ല. രാജാവ് കർത്താവിലേക്ക് തിരിഞ്ഞത് അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, കർത്താവിനെതിരെ ഒത്തിരിയേറെ കാര്യങ്ങൾ ആ ദേശത്ത് ചെയ്തു കൂട്ടിയിട്ടും രാജാവിന്റെ ആ ഒരു അനുതാപ ഹൃദയത്തെ കർത്താവ് കാണുകയാണ്. ഇപ്രകാരം കർത്താവിന്റെ ഹിതം അറിയാനായിട്ട് രാജാവ് കാണിച്ച ഒരു മനസ്സിനെ അത് കർത്താവ് കണ്ടതായിട്ട് ഹുൽദ പ്രവാചക വെളിപ്പെടുത്തുകയാ. തുടർന്ന് എന്താ പ്രവാചക പറഞ്ഞത്? ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കുമെതിരെ അവർ ശൂന്യതയും ശാപവുമാകുമെന്ന് ഞാൻ അരുളി ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എന്റെ മുൻപിൽ നിന്നും കരഞ്ഞു. നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇവിടെ വീണ്ടും പ്രവാചക ധീരതയോടെ തന്നെ ഹുൽദ പ്രവാചക തന്റെ പ്രവാചക ദൗത്യം തുടരുകയാണ്. താൻ ആ ഒരു ജോസിയ രാജാവ് കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ ആ ഒരു മനസ്താപത്തോടെ, അനുതാപത്തോടെ കർത്താവിന്റെ മുൻപിൽ വസ്ത്രം കീറി കരഞ്ഞപ്പോൾ ആ ഒരു ഹൃദയത്തിന്റെ ശുദ്ധതയെ കർത്താവ് കണ്ടു എന്ന് പ്രവാചകയിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാ. ആ ഒരു മനോഭാവത്തിന് കർത്താവ് നൽകുന്ന വില എന്താണെന്ന്, എത്രമാത്രം തെറ്റുകൾ ചെയ്തു കൂട്ടിയാലും മനസ്താപ ഹൃദയത്തോടെ, അനുതാപത്തോടെ കർത്താവിലേക്ക് വരുമ്പോൾ കർത്താവ് തന്റെ ന്യായവിധിയുടെ കരം അവിടെ നിന്ന് പിൻവലിക്കുന്നതായിട്ടാ ഇവിടെ ഹുൽദ പ്രവാചകയുടെ വാക്കിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ അപ്പസ്തോലനിലൂടെയും ഇതേ കാര്യം തന്നെ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. 11-ാം അധ്യായത്തിൽ 22-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിന്റെ കൃപയിൽ
ദൈവത്തിന്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം, കാഠിന്യം, ഇത് രണ്ടും നമ്മുടെ ശ്രദ്ധയിൽ വേണമെന്ന് അപ്പസ്തോലൻ ഇവിടെ പറയുന്നത്. വീണവനോട് കാഠിന്യവും കർത്താവിന്റെ കൃപയിൽ നിലനിൽക്കുന്ന, കർത്താവിന്റെ കൃപയിലേക്ക് മടങ്ങി വന്ന് കൃപയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരോട് കാരുണ്യവും കാണിക്കുന്ന കർത്താവിന്റെ മനോഭാവമാണ് ഇവിടെ ഹുൽദ പ്രവാചികയുടെ പ്രവചന വചനങ്ങളിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമുക്കും ചിന്തിക്കാം പ്രിയമുള്ളവരെ, വീണു പോയവർ ആയിരിക്കാം നമ്മൾ, എന്നാൽ അതിൽ തന്നെ കിടക്കാതെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് കൃപയിൽ നിലനിന്നു പോകാനുള്ള ആഗ്രഹത്തോടെ കർത്താവിന്റെ മുൻപിൽ ആയിരിക്കാം. അങ്ങനെ കർത്താവ് നമുക്ക് ഈ ഒരു പ്രവചന വചനങ്ങളിലൂടെ നൽകുന്ന പ്രചോദനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമീകരിക്കാം. ഹുൽദ പ്രവാചിക തന്റെ പ്രവാചക ദൗത്യം വളരെ ധീരതയോടെ, ആത്മാർത്ഥതയോടെ, മുഖനോട്ടമില്ലാതെ, പക്ഷപാതമില്ലാതെ കർത്താവ് എന്ത് പറയാൻ ആഗ്രഹിച്ചോ അതിന് ആവശ്യമായ ഒരു ഉപകരണമായിട്ട് നിന്നു കൊടുക്കുകയാണ്. ഇതുപോലെ തിരുവചനത്തിൽ വീണ്ടും പ്രവാചകന്മാരെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ് മിരിയാമിനെ കുറിച്ച്. മോശയുടെ സഹോദരിയായ മിരിയാമിനെ പ്രവാചിക എന്ന തിരുവചനം പറയുന്നത്. അവിടെ അവർ ആ പുറപ്പാട് സമയത്ത് ചെങ്കടൽ കടന്നു കഴിഞ്ഞ് കർത്താവിനെ പാടി ആരാധിക്കുവാനായിട്ട് ഇസ്രായേലിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുൻപിൽ അവർക്കൊരു റോൾ മോഡൽ ആയിട്ട് നിൽക്കുന്ന മിരിയാം പ്രവാചികയെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ദബോറ പ്രവാചികയെ കുറിച്ച് നമ്മൾ കണ്ടു. ഒരു കുടുംബസ്ഥ ആയിരുന്നിട്ടും, ന്യായപാലനം നടത്തുന്നവളായിരുന്നിട്ടും പ്രവാചക ദൗത്യം വളരെ ധീരതയോട് നിറവേറ്റിയവളായിരുന്നു ദബോറ. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്ന പ്രവാചകയെ നമ്മൾ പഠിച്ചതാണ്. വളരെ പ്രായമായെങ്കിലും കർത്താവിനോട് കൂടെ ആ ഒരു കൃപയിൽ വ്യാപരിച്ചവളായിരുന്നു പ്രവാചികയായ അന്ന. വീണ്ടും അപ്പസ്തലന്മാരുടെ ആ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷ പ്രഘോഷകനായ ഫിലിപ്പോസിന്റെ 4 പെൺമക്കൾ, കന്യകമാരായിരുന്ന, പ്രവചന വരം ലഭിച്ചവരായിരുന്ന 4 പുത്രിമാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ധീരതയോടെ കർത്താവിന്റെ പ്രവാചകന്മാരായി വളരെ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ശുശ്രൂഷ ചെയ്തു തീർത്തവരായിരുന്നു. എന്നാൽ ഇവരുടെ ഇടയിലും കർത്താവിനെ വിഷമിപ്പിച്ചവരുണ്ടായിരുന്നു. നെഹേമിയായുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ 6-ാം അധ്യായം 14-ാം തിരുവാക്യത്തിൽ ഇതുപോലെ വളരെ ലളിതമായ രീതിയിൽ കർത്താവിന്റെ ആത്മാവ് അവിടെ ഒരു പ്രവാചകയെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, തോബിയായ്ക്കും സൻബല്ലാത്തിനും അവരുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ. നെഹേമിയായുടെ പ്രാർത്ഥനയാണിത്. ദൈവമേ, തോബിയായ്ക്ക്, സൻബല്ലാത്ത്, ഇവരൊക്കെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഒത്തിരിയേറെ തടസ്സങ്ങൾ ചെയ്തവരായിരുന്നു. അവരുടെ പ്രവർത്തികൾക്കൊത്ത് പ്രതിഫലം നൽകണമേ എന്ന് നെഹേമിയ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് എന്താ പറയുന്നത്? പ്രവാചികയായ നൊവാദിയായെയും എന്നെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ച മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ. ഇവിടെ കർത്താവിന്റെ ആത്മാവ് ഒരു പ്രവാചികയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, നൊവാദിയ പ്രവാചിക. അവൾ എന്നാൽ കർത്താവിന്റെ ആത്മാവിനോട് ചേർന്നല്ല പ്രവർത്തിച്ചത്. കർത്താവിന്റെ ദൗത്യവുമായി വന്ന നെഹേമിയായ്ക്ക് വലിയ തടസ്സം സൃഷ്ടിച്ചതായിട്ടാണ് കർത്താവിന്റെ ആത്മാവ് പറയുന്നത്. പ്രവാചിക എന്ന് തന്നെയാണ് കർത്താവിന്റെ ആത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പ്രവാചക ദൗത്യം ലഭിച്ചവളായിരുന്നു ഈ നൊവാദിയ. എന്നാൽ അതിനോട് ആത്മാർത്ഥത പുലർത്താൻ, വിശ്വസ്തത പുലർത്താൻ അവൾക്ക് സാധിച്ചില്ല. അതിൽ നിന്ന് വിഭിന്നമായി അനേകം പ്രവാചകന്മാരെ നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിച്ച ഹുൽദ പ്രവാചക കർത്താവിന്റെ ആത്മാവിനോട് ചേർന്ന് ധീരതയോടെ, മുഖം നോട്ടമില്ലാതെ കർത്താവിന്റെ സ്വരമായി മാറിയവളായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കും നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിന്റെ സ്വരമായി മാറാം. അതിനായിട്ട് തീവ്രമായ ആഗ്രഹത്തോടെ നമുക്കായിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം തിരുവാക്യത്തിൽ കർത്താവ് നാം ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ തിരുവചനം അവിടെ പറയുന്നത്? അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. കർത്താവ് ചോദിക്കുകയാണ്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് കർത്താവിന്റെ സ്വരമായിട്ട് പോവുക? കർത്താവിന്റെ ഹിതം ജനത്തെ അറിയിക്കാൻ ആരാണ് തയ്യാറായിട്ടുള്ളത്? ഇവിടെ യെശയ്യാ പ്രവാചകൻ അതിന് ഉത്തരം നൽകുന്നുണ്ട്. ഞാൻ തയ്യാറാണ്, ഞാൻ പോകാമെന്ന്. നമുക്കറിയാം, സാമുവേൽ പ്രവാചകൻ ഇതിന് പ്രത്യുത്തരം നൽകിയവനായിരുന്നു.
കർത്താവിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തവനായിരുന്നു. ഇതേ ചോദ്യം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നാം ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ച പ്രവാചകന്മാരെ പോലെ നമുക്കും കർത്താവിനോട് യെസ് പറയാൻ, കർത്താവിന്റെ സ്വരമായി ധീരതയോടെ നിൽക്കാൻ, കർത്താവിന് വേണ്ട നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ? ഉത്തരം നമ്മൾ തന്നെ കർത്താവിന്റെ മുൻപിൽ അറിയിക്കുക. ലൂക്കാസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവാക്യത്തില് നമ്മുടെ അമ്മ മാതാവ് ഇതിന് കൃത്യമായ ഒരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തിരുവചനം എന്താ പറയുന്നത്? മറിയം പറഞ്ഞു, കർത്താവിന്റെ വിളി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എത്ര വലിയ ദൗത്യമാണെങ്കിലും അമ്മ മാതാവ് അവിടെ റെഡി ആവുകയായിരുന്നു. യെശയ്യാ പ്രവാചകനും സാമുവേൽ പ്രവാചകനും മറ്റനേകം പ്രവാചകരൊക്കെ പറഞ്ഞതുപോലെ മറിയം അമ്മ മാതാവ് പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്ക് അതെന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, അതിൽ ഞാൻ പൂർണ്ണമായും കീഴ്വഴങ്ങുന്നു എന്ന്. കർത്താവെ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ഇത് പറയാൻ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? കർത്താവിന്റെ ആത്മാവ് പൗലോസ് ശ്ലീഹായിലൂടെ നാം ഓരോരുത്തർക്കും വ്യക്തമായ ഒരു ആഹ്വാനം നൽകുന്നുണ്ട്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് എന്താ പറയുന്നത്? നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ചെയ്യാൻ വേണ്ടി കർത്താവ് മുൻകൂട്ടി പലതും ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കാനായിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ആ ഒരു കർത്താവിന്റെ ഹിതം, കർത്താവ് സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളവ അത് എന്നിലൂടെ നിറവേറപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിനോട് നമുക്ക് പറയാം, ഞങ്ങൾ റെഡിയാണ് കർത്താവെ, ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന്. ഞങ്ങൾ ചെയ്യാൻ വേണ്ടി കർത്താവ് മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വെളിപ്പെടുത്തി തന്ന് അതിനായിട്ട് ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ പഠിച്ച ഈ ദൈവ മനുഷ്യരെല്ലാവരും അതല്ലേ നമുക്ക് കാണിച്ചു തരുന്നത്. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായത്തിൽ 4-ാം തിരുവാക്യത്തിൽ ദാവീദ് രാജാവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ദാവീദ് രാജാവിനോട് ചേർന്ന് നമുക്കും ഏറ്റു പറയാം ആ ഒരു തിരുവചനം നമ്മുടെ ജീവിതത്തിലും അത് അഭിഷേകമായി മാറട്ടെ. എന്താ തിരുവചനം പറയുന്നത്? കർത്താവേ, കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. കർത്താവിന്റെ ഹിതത്തിൽ പൂർണ്ണമായിട്ടും ആയിരിക്കാൻ, കർത്താവിന്റെ മാർഗം, കർത്താവിന്റെ ഹിതം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രയോറിറ്റീസ് അതെല്ലാം മാറ്റിവെച്ച് കർത്താവെ, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്നവ അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് ഞങ്ങൾ പഠിച്ചവരെ പോലെ, ഹുൽദാ പ്രവാചകയെ പോലെ കർത്താവിന് സാക്ഷ്യം നൽകുവാൻ മുഖം നോട്ടമില്ലാതെ ധൈര്യത്തോടെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ കർത്താവിന്റെ ഹിതത്തിൽ ആയിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആയിരിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിക്കാം. ഇനി മുതൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിലൂടെ ജീവിക്കുന്നത്, ക്രിസ്തുവിന്റെ ഹിതം നിറവേറ്റാനാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടെ കർത്താവിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. നമുക്ക് ഈ ഒരു തീവ്രമായ ആഗ്രഹത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. ഏറ്റു പറയുന്നു ഈശോയേ, അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. ഈശോയേ, അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളിലൂടെ ക്രിസ്തു ജീവിക്കാനുള്ള ആഗ്രഹം, ക്രിസ്തുവിന്റെ ഒരു ഉപകരണമായിട്ട് ഞങ്ങൾ മാറുവാനുള്ള ആഗ്രഹം കർത്താവേ, അതിനായിട്ട് ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിനിമേൽ ജീവിതം ക്രിസ്തുവത്രേ, ഇനി മരണം എനിക്കൊരു നേട്ടമത്രേ. എനിക്കിനിമേൽ ജീവിതം ക്രിസ്തുവത്രേ, ഇനി മരണം എനിക്കൊരു നേട്ടമത്രേ. ഞാൻ ജീവിക്കിലും ഞാൻ മരിക്കുകിലും എന്റെ യേശുവൻ ശാശ്വത ഭാഗ്യമത്രേ. ഞാൻ ജീവിക്കിലും ഞാൻ മരിക്കുകിലും
എൻ്റെ യേശുവൻ ശാശ്വത ഭാഗ്യമത്രേ. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. ഈശോ. അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കാൻ, ക്രിസ്തുവിന്റെ ഹിതപ്രകാരം എനിക്ക് ജീവിക്കണം കർത്താവെ. ആ ഒരു ആഗ്രഹത്തോടെ അങ്ങയുടെ മുൻപിലായിരിക്കുകയാണ്. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കർത്താവിന്റെ ഹിതമാണ് എന്നിലൂടെ പ്രാവർത്തികമാകുന്നത്. കർത്താവിന്റെ സ്വരമായിട്ട് എനിക്ക് മാറണം. ഈ ഒരു ആഗ്രഹത്തോടെ ഞങ്ങൾ ആയിരിക്കുന്ന ഈശോയെ കൃപയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹുൽദ പ്രവാചകയെ പോലെ കർത്താവിന്റെ സ്വരമായിട്ട് നമുക്ക് മാറാം. നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് കർത്താവിന്റെ സ്വരമായി കർത്താവിൽ ജീവിക്കുന്നവരായിട്ട് നമ്മുടെ ജീവിത യാത്രയിൽ മുന്നോട്ട് പോകാം. പരസ്പരം പ്രോത്സാഹിപ്പിച്ച് സ്നേഹിച്ച് ഐക്യത്തിൽ കർത്താവിന്റെ കൃപയിൽ നമുക്ക് മുന്നേറാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ.